നമസ്കാരം. ഇന്ന് കേൾവിക്കുറവിനെ കുറിച്ച് സംസാരിക്കാം. കേൾവിക്കുറവ് എന്നൊരു രോഗമല്ല, അതൊരു രോഗലക്ഷണമാണ് എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കേൾവി എന്നത് വിലമതിക്കാനാകാത്ത ഒരു അനുഭവം, കേൾവിക്കുറവ് എന്നത് എത്രയും പെട്ടെന്ന് ചികിത്സിക്കേണ്ട ഒരു ദുരനുഭവമാണ് എന്ന്. ചികിത്സാ വിധി പ്രകാരം കേൾവിക്കുറവ് 2 തരമായിട്ട് തിരിക്കാം നമുക്ക്. ക്യൂറബിൾ ഡെഫ്നെസ് അല്ലെങ്കിൽ ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ പറ്റുന്ന ഹിയറിംഗ് ലോസും, ഇൻക്യൂറബിൾ ഹിയറിംഗ് ലോസ് അല്ലെങ്കിൽ ചികിത്സിച്ച് മാറ്റുവാൻ ബുദ്ധിമുട്ടുള്ള ഹിയറിംഗ് ലോസും എന്നിവയായി 2ആയി തരംതിരിക്കാവുന്നതാണ്. ഗർഭാവസ്ഥയിൽ അമ്മയ്ക്കുണ്ടാവുന്ന ചില മാറ്റങ്ങൾ മുതൽ പ്രായമായ സമയത്ത് ഞരമ്പുകൾക്കുണ്ടാവുന്ന ചില വ്യതിയാനങ്ങൾ വരെ അങ്ങനെ ഹിയറിംഗ് ലോസിന്റെ കാരണങ്ങൾ പലതായി നീണ്ടു കിടക്കുന്നു. ചെവിയിൽ അടിഞ്ഞുകൂടുന്ന വാക്സ്, ചെവിയിലെ പഴുപ്പ്, അണുബാധ, സ്ത്രീകളിൽ കാണുന്ന ഓട്ടോസ്ക്ലിറോസിസ് എന്ന ഒരു രോഗം എന്നിങ്ങനെ ക്യൂറബിൾ ഹിയറിംഗ് ലോസ് അല്ലെങ്കിൽ ചികിത്സിച്ച് മാറ്റാവുന്ന ഹിയറിംഗ് ലോസിന്റെ കാരണങ്ങൾ പലതായി മാറ്റാവുന്നതാണ്. നല്ലൊരു ENT സർജന്റെ സഹായത്താൽ രോഗം മനസ്സിലാക്കുകയും അതിന് രോഗചികിത്സ തേടി നമുക്ക് അസുഖം പൂർണ്ണമായി മാറ്റാവുന്നതുമാണ് ക്യൂറബിൾ ഹിയറിംഗ് ലോസ്. ഗർഭാവസ്ഥയിൽ അമ്മയ്ക്ക് വരുന്ന ചില ഇൻഫെക്ഷൻസ്, അമ്മ ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ, തലയ്ക്കുണ്ടാകാവുന്ന ക്ഷതം, ബ്രെയിനിനുള്ളിലെ ചില ക്യാൻസറുകൾ, ഫാക്ടറികളിൽ അല്ലെങ്കിൽ ജോലി സ്ഥലത്തുണ്ടാകുന്ന ശബ്ദ മലിനീകരണങ്ങൾ, പെട്ടെന്ന് പടക്കം, ബോംബ്, അതേപോലെ ശബ്ദങ്ങളുടെ പെട്ടെന്നുണ്ടാകുന്ന സൗണ്ടിൻ്റെ എക്സ്പോഷർ എന്നിങ്ങനെ പല കാരണങ്ങളാണ് ചികിത്സിച്ച് മാറ്റാൻ ബുദ്ധിമുട്ടല്ല അല്ലെങ്കിൽ ഇൻക്യൂറബിൾ ഹിയറിംഗ് ലോസിന്റെ പല കാരണങ്ങൾ. ഇനി ഹിയറിംഗ് ലോസിന്റെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് ഹിയറിംഗ് ലോസിനെ പല കാറ്റഗറികളായി തരം തിരിച്ചിരിക്കുന്നു എന്നത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ലോകാരോഗ്യ സംഘടനയുടെ ക്ലാസിഫിക്കേഷൻ പ്രകാരം ചെറിയ ശബ്ദങ്ങൾ കേൾക്കുന്ന, നമ്മളുടെ സംസാരത്തിലെ ചെറിയ ശബ്ദങ്ങൾ കേൾക്കാനുള്ള ബുദ്ധിമുട്ടായ മൈൽഡ് ഹിയറിംഗ് ലോസ് മുതൽ വളരെ ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കുവാനുള്ള ബുദ്ധിമുട്ടായ പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസ് വരെ ഇങ്ങനെ 5ആയി ഹിയറിംഗ് ലോസിനെ തരം തിരിച്ചിരിക്കുന്നു. ഇനി പ്രധാന രോഗലക്ഷണങ്ങൾ പറയുകയാണെങ്കിൽ, തിരക്കുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ വലിയൊരു സിനിമാ തിയേറ്ററിൽ അല്ലെങ്കിൽ ഒരു ഉത്സവ പറമ്പിൽ അല്ലെങ്കിൽ ഒരു കല്യാണ ഹാളിൽ അങ്ങനെയുള്ള ഒരുപാട് ആളുകളുള്ള ഒരു അവസ്ഥയിൽ ഒരുപാട് ശബ്ദങ്ങൾ കേൾക്കാവുന്ന ഒരു സ്ഥലത്ത് മറ്റുള്ള ഒരാൾ സംസാരിക്കുന്നത് കേൾക്കുന്നത് ക്ലിയർ ആകാതിരിക്കുക, വ്യക്തത ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ കേൾക്കുന്നത് ശരിക്കും മനസ്സിലാകാതിരിക്കുക. അതല്ലാതെ ചെവിയിൽ ഒരു മണിശബ്ദം, അലയടിക്കുന്നത് പോലെ ശബ്ദം, അല്ലെങ്കിൽ ഒരു ടക്ക് 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 എന്നൊരു ശബ്ദം, ഇതല്ലാതെ ചെവിയിൽ നിന്ന് പഴുപ്പ് വരിക, ഇതൊക്കെയാണ് പ്രധാനമായി കാണുന്ന രോഗലക്ഷണങ്ങൾ. ചില വ്യക്തികൾ കേൾവി കുറവ് തന്നെ ഒരു രോഗലക്ഷണമായി നമ്മളോട് വന്ന് പറയുകയുണ്ടാവാറുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ കേൾവിക്കുറവ് എന്നൊരു രോഗമല്ല, ഒരു രോഗലക്ഷണമാണ്. അപ്പോൾ ഈ രോഗലക്ഷണം എന്തൊക്കെ രോഗങ്ങൾ കൊണ്ടാണ് അറിയേണ്ടിയിരിക്കുന്നു, അതറിയുവാൻ ചില ടെസ്റ്റുകൾ ചെയ്യേണ്ടിയിരിക്കുന്നു. പ്രധാനമായി ചെയ്യുന്ന 2 ടെസ്റ്റുകൾ ഓഡിയോമെട്രി അല്ലെങ്കിൽ CT സ്കാൻ എന്നിവയാണ്. CT സ്കാൻ ചെയ്യുമ്പോൾ ചെവിയുടെ സ്കാനും ബ്രെയിനിൻ്റെ സ്കാനും ഇതാണ് പ്രധാനമായി ചെയ്യാറ്. പിന്നെ നമുക്ക് കുട്ടികളിൽ, പിഞ്ചു കുഞ്ഞുങ്ങളിലെ ഹിയറിംഗ് ലോസ് നോക്കുവാൻ OE, ബെറ എന്നിങ്ങനെ വിശാലമായ ഒരുപാട് ടെസ്റ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഈ ടെസ്റ്റുകളെല്ലാം ചെയ്യുന്നതിന് മുമ്പ് ഒരു ENT ഡോക്ടറെ സന്ദർശിക്കുകയും ENT ഡോക്ടർ പരിശോധിച്ച് മറ്റു കാരണങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടിയിരിക്കുന്നു. ഇനി എന്താണ് ഹിയറിംഗ് ലോസിന്റെ ചികിത്സാ വിധികൾ? കുട്ടികളിലെ ഹിയറിംഗ് ലോസ് അല്ലെങ്കിൽ കുട്ടികളിലെ കേൾവിക്കുറവ് അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ബാധിക്കുകയും അത് മുഖേന സംസാര ശേഷിയെ എഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് അവർ ബധിരർ മാത്രമല്ല മൂകരുമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് കുട്ടികളിലെ ഹിയറിംഗ് ലോസ് നമ്മൾ പെട്ടെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു, അതിന് ചികിത്സ പെട്ടെന്ന് തേടേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ അവരുടെ സംസാരശേഷി നഷ്ടപ്പെടും എന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. കേൾവിക്കുറവിൻ്റെ മിക്ക കാരണങ്ങളും മരുന്നുകൾ, ഹിയറിംഗ് എയ്ഡുകൾ, സർജറി, കോക്ലിയർ ഇംപ്ലാന്റേഷൻ എന്നിങ്ങനെ പല ട്രീറ്റ്മെന്റ് മാർഗങ്ങളാൽ നമുക്ക് മെച്ചപ്പെടുത്താവുന്നതാണ്. അതുകൊണ്ട് ഹിയറിംഗ് ലോസ് ഒരിക്കലും ജീവിതത്തിൻ്റെ അന്ത്യം അല്ലെങ്കിൽ കേൾവി ഇനി നമ്മുടെ നഷ്ടപ്പെട്ടു പൂർണ്ണമായി എന്നിങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടിയില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നല്ലൊരു ENT സർജന്റെയും ഓഡിയോളജിസ്റ്റിൻ്റെയും സഹായത്താൽ നമ്മുടെ കേൾവിക്കുറവിനെ ഇംപ്രൂവ് ചെയ്ത് 65 മുതൽ 75% വരെ നമ്മുടെ കേൾവി ഇംപ്രൂവ് ചെയ്യാവുന്നതാണ്. ഇത് മുഖേന നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താവുന്നതാണ്. നന്ദി.